നമസ്കാരം, ഞാൻ വീണ നായരാണ്. ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കയ്യിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മാല കിടക്കുന്നത് അല്ലേ, മണിചന്ദനമാല. ഐശ്വര്യം നിങ്ങളെ തേടിയെത്തി. പലരും വിചാരിക്കേണ്ടത് എന്തുകൊണ്ടാണ് അവരെല്ലാം ഇത് ധരിച്ചിരിക്കുന്നത്. ഐശ്വര്യമണി ചന്ദ്രമാല എന്റെ ജീവിതത്തിൽ ഗുണം ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. ഞാനും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മാല എന്റെ കയ്യിൽ ഇങ്ങനെ ധരിക്കുന്നുണ്ട്. ഐശ്വര്യമണി ചന്ദ്രമാല എന്റെ മുഖത്തിന്റെ ഐശ്വര്യം. കയ്യിൽ ധരിക്കുന്നവരുണ്ട്, ഇത് കഴുത്തിൽ ധരിക്കുന്നവരുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ഐശ്വര്യമണി ചന്ദ്രമാലയുടെ ഉപായം പറഞ്ഞത് എന്റെ കൂട്ടുകാരൻ അമലാണ്. എനർജി, നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും നമ്മുടെ ചുറ്റുമുണ്ട്. ഈ യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജി ഉണ്ട്. സോ അങ്ങനെ നമ്മുടെ ബോഡിയിലെ എനർജി പ്രോപ്പറായിട്ട്, നെഗറ്റീവ് എനർജി ഒന്നും നമ്മൾ കേൾക്കാതെ നമ്മുടെ ഗ്രോത്ത് ഒക്കെ പ്രോപ്പറായിട്ട് വന്ന് എന്റെ ജീവിതം ആനന്ദപ്രദമായി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ കരിങ്ങാലി മാല യൂസ് ചെയ്യുന്നത്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഈ കരിങ്ങാലിമാല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സൈറ്റുകളിലും നമുക്ക് ഇങ്ങനെ കാണാം. 20 രൂപയ്ക്കും 30 രൂപയ്ക്കും ചിലപ്പോൾ 60 രൂപയ്ക്കും ഓഫർ പ്രൈസിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ സത്യമാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊന്നും സർട്ടിഫൈഡ് അല്ല. സർട്ടിഫൈഡ് ആയിട്ടുള്ള കരിങ്ങാലിമാല നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എനർജി ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഉറപ്പിക്കാമോ? അങ്ങനെ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ എനർജിയൊക്കെ പ്രോപ്പറായിട്ട് മുന്നേക്ക് വരാൻ വേണ്ടിയിട്ട്, നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ നമ്മളെ ഒന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കരിങ്ങാലിമാല നമ്മളെ നന്നായി ഹെൽപ്പ് ചെയ്യും. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ ഇത് വാങ്ങിച്ചേക്കുന്നത് ശ്രീ പാർവതി ജ്വല്ലറി എന്നാണ്. ഇതിന്റെ വില വെറും 5999 രൂപ മാത്രം. വെരി നാച്ചുറൽ. താങ്ക് യു സർ. അങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള വിശ്വസിച്ച് നമുക്ക് വാങ്ങാൻ പറ്റിയത് ഈ ശ്രീ പാർവതി ജ്വല്ലറിയുടെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒന്ന് ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഈശ്വരാ, എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത്. അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലേ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പൊ എങ്ങനെയാ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?